പേര് ജോർജ്. ഞാനൊരു ഫാർമറാണ്. എൻ്റെ ഫാദർ വരെ കർഷകനായിരുന്നു. എനിക്ക് കൃഷിയോട് നല്ല താല്പര്യമുണ്ട്. പച്ചക്കറി കൃഷികളാണ് ആദ്യം ചെയ്യുന്നത്. എനിക്കതിൽ നിന്ന് കിട്ടുന്ന ആദായം കൊണ്ടാണ് ഞാൻ എൻ്റെ കുടുംബം പോറ്റുന്നത്. ഞാനിപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഒരു കുഞ്ഞു വീടാണ്. അതിനകത്ത് ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. എൻ്റെ ഭാര്യ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണേ. എനിക്ക് 2 മക്കളാണ്. മൂത്തയാൾ ഒരു സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണു, ഇളയാൾ +2 പഠിക്കുന്നു. എല്ലാവരുടെയും കൂടെ അഭിപ്രായം അനുസരിച്ച് ഞങ്ങളൊരു ചെറിയ വീട് ഉണ്ടാക്കാൻ നോക്കിയത്. പിള്ളേർ പറഞ്ഞു നല്ല നല്ല പ്രോഡക്റ്റ് ഇട്ട് നമുക്ക് പണിയാവുള്ളൂ എന്ന്. അന്ന് നല്ല കോസ്റ്റിങ് പാടില്ല, അന്ന് നല്ല മോഡേണായിട്ട് തന്നെ വരണം. എൻ്റെ സ്ഥലം എന്ന് കഴിഞ്ഞാന്ന് വെച്ചാൽ ഒരു ചെരിഞ്ഞ സ്ഥലമായിരുന്നു. അപ്പോൾ കുറച്ച് മണ്ണൊക്കെ നീക്കം ചെയ്യാണ്ടായിരുന്നു. ഈ മണ്ണ് നീക്കം ചെയ്യാൻ വേണ്ടി വളരെ തടസ്സങ്ങളായിരുന്നു. ഏത് കമ്പിയിട്ട് പണിയണമെന്നുള്ള തീരുമാനമൊന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞാനങ്ങനെ സ്ഥലമൊക്കെ ഒരുക്കിയിരിക്കുന്ന സമയത്താണ് ടാറ്റ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യണ നിഖിൽ, പുള്ളി അതേക്കുറിച്ച് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ടാറ്റയെക്കുറിച്ച്, കമ്പിയെക്കുറിച്ച്, അതിൻ്റെ മേന്മയെക്കുറിച്ചൊക്കെ പറഞ്ഞു. പണിയുന്ന പണിക്കാർ വരെ പറഞ്ഞു, ടാറ്റ കമ്പി കൊണ്ടാണ് വീട് പണിയണേ, കൊള്ളാമല്ലോ, നല്ലതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, ടാറ്റ കമ്പി കൊണ്ട് പണിത് കഴിഞ്ഞാൽ അത് ആ ബിൽഡിങ് നല്ല സ്ട്രോങ് ആയിരിക്കും. തന്നെയല്ല, ഇത് നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഈസി ആയിട്ട് ബെൻഡ് ചെയ്യാൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റാണ്. അതുകൊണ്ടാണ് ടാറ്റ എടുത്ത് നമ്മൾ പണിയാൻ തയ്യാറായത്. മഴക്കാലത്താണ് ഞാൻ വീട് പണിയുന്നത് തന്നെ. ഈ മഴക്കാലത്ത് ഈ കമ്പിയൊക്കെ കൊണ്ടുവന്ന് ചുമ്മാ മഴയത്തിട്ടൊക്കെ. അങ്ങനെ മഴയത്ത് കിടന്നിട്ട് നമ്മൾ കുറേ ചെളിയും വെള്ളമൊക്കെ കയറി കിടന്നിട്ട് ഞാനത് നോക്കി, ഇത് മഴയത്ത് കിടന്ന് പോകായിരിക്കുമോ അങ്ങനെയൊക്കെ വിചാരിച്ചു. പക്ഷേ അത് കഴിഞ്ഞ് ഇവർ വർക്കർ വന്ന് അത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ആ കോട്ടിങ് പോലും പോയിട്ടില്ല. അപ്പോൾ അത്രയ്ക്ക് സ്ട്രെങ്താണ് കമ്പി എന്നുള്ളത് നമുക്ക് മനസ്സിലായി. ഞാനങ്ങനെ പല പ്രാവശ്യമായിട്ടാണ് ഇത് എടുത്ത് തന്നെ. അന്നേരമൊക്കെ ഏസോ വഴി എനിക്ക് ഓഫർ ഇട്ട് കിട്ടിയിരുന്നു. പിന്നെ ഒരു 2-2.5 കിലോ ടണ്ണോളം ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ പണിതേക്കണതേ, ഇതൊരു 2-3 തലമുറയ്ക്കെങ്കിലും ഇവിടെ ഇരിക്കണമെന്ന് തന്നെ ആഗ്രഹിച്ച് തന്നെയാണ് പണിതേക്കണത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ടാറ്റയും കൊണ്ട് തന്നെ പണിത് അതിൽ വളരെ ഹാപ്പിയാണ് ഞാൻ. ഒരു പ്രോബ്ലം ഇല്ല. ആ വീട് അവിടെ തന്നെ നിലനിൽക്കും.